വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മഴ ശക്തമാകും എന്ന വാർത്ത വരുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ 2 ചക്രവാത ചുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഷിരൂരിലെ ദൗത്യം ഇന്ന് 3-ാം ദിവസവും തുടരും. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം ഹെഡ്ലൈൻസ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി PV അൻവർ. പ്രവർത്തകർക്കൊപ്പമുള്ളതാണ് പുതിയ കവർ ചിത്രം. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് വിപിൻ C വിജയൻ ചേരുകയാണ്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഈ ഒരു കവർ ചിത്രം മാറ്റുന്നതിലൂടെ PV അൻവർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? കൃഷിന ചെറിയാൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അൻവറിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഇപ്പോൾ ഇന്നലെ തന്നെ പരസ്യ പ്രസ്താവന ഉണ്ടാവില്ല എന്ന് അൻവർ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കവർ ചിത്രം മാറ്റിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം നടന്നു പോകുന്ന ഒരു ചിത്രമായിരുന്നു കവർ ചിത്രം ഇതിനു മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രം ആക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നേതൃത്വവും അല്ലെങ്കിൽ പാർട്ടിയോ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തകർ തനിക്കൊപ്പം എന്നുള്ള ഒരു സന്ദേശം, ഒരു ധ്വനി ജനിപ്പിക്കുകയാണ് ഇപ്പോൾ PV അൻവർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ, അതിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, പാർട്ടിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ വലിയ ഗുരുതര ആരോപണങ്ങൾ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഒരു നടപടിയും അതിൽ എടുക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളും PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പൂർണ്ണമായും PV അൻവറിനെ തള്ളുന്ന ഒരു നിലപാടെടുത്തത്. ഒപ്പം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും PV അൻവറിന്റെ നടപടികളെ ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിക്ക് വഴങ്ങുന്നു എന്നും ഇനി ഒരു പരസ്യ പ്രസ്താവന ഉണ്ടാവില്ല എന്നുള്ളതും അറിയിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ PV അൻവറിനുള്ള ഒരു നീരസം കൂടി വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രം മാറ്റുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തനിക്ക് ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കവർ ചിത്രം ഫേസ്ബുക്കിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് PV അൻവർ MLA. വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ C വിജയൻ മലപ്പുറത്തു നിന്ന്. തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിലെത്തും. അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് മുഖ്യമന്ത്രി എത്തുന്നത്. വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേക്കും. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒടുവിൽ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ആരോപണ വിധേയൻ തന്നെ തയ്യാറാക്കുന്നു. അതിൽ വിശ്വാസ്യതയില്ല, അതൊരു പ്രഹസനമാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം വരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തൃശൂരിലെത്തുന്നത്. തൃശൂരുകാരോട് മറുപടി പറയാൻ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തയ്യാറാകുമോ? കൃഷ്ണ, തീർച്ചയായും അത് തന്നെയാണ് തൃശ്ശൂരുകാർ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഈ ദ്രുതഗതിയിൽ ഈ റിപ്പോർട്ട് നൽകിയത് എന്നതടക്കമുള്ള ചർച്ചകളും സജീവമാണ്. കാരണം 24-ാം തീയതിക്കുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ള നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലടക്കം മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ അതിന് 2 ദിവസം മുൻപ് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അത് മുഖ്യമന്ത്രി ഇന്ന് തൃശ്ശൂരിൽ ഈ അഴീക്കോടൻ രാഘവൻ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും വിവാദങ്ങൾ മുഖ്യമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ അതിൽ പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഈ CPI ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതായിരുന്നു CPI ഉയർത്തിയത്. പക്ഷേ ഈ ആരോപണ വിധേയനായ ADGP തന്നെ അന്വേഷിച്ച ഒരു റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. അപ്പോൾ തൃശ്ശൂരിലെത്തുന്ന മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരിക്കും പ്രതികരിക്കുക എന്നത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തേക്കിൻകാട് മൈതാനിയിലാണ് ഈ അനുസ്മരണം നടക്കുന്നത്. മുഖ്യമന്ത്രിയാണ് അതിന്റെ ഉദ്ഘാടകനായി എത്തുന്നത്. ചില പരിപാടികളും ഇന്ന് തൃശ്ശൂരിലുണ്ട്. എന്നാൽ ഈ പൊതുയോഗത്തിലായിരിക്കും മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള മറുപടികൾ പറയുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണ, പൂരം വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി തൃശ്ശൂരിലെത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ പ്രാഥമിക പരിശോധന ഇന്ന് തുടങ്ങും. SP ജോണിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരാതിയിൽ വിവരശേഖരണം നടത്തും. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം നിരവധി ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 6 മാസത്തിനകം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമേ വിജിലൻസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കൂ.
ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഡ്രഡ്ജർ ഉപയോഗിച്ച് കൂടുതൽ സ്പോട്ടുകളിൽ പരിശോധന നടത്തും. തെരച്ചിലിന്റെ ഭാഗമാകാൻ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്ന് ശിരൂരിലെത്തും. തെരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥിഭാഗം പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും. വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ദൗത്യം ഇന്നും തുടരും. ഇന്ന് മേജർ ജനറൽ ഇന്ദ്രബാൽ അവിടെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലഭിച്ച അസ്ഥി അത് മനുഷ്യന്റേതാണോ എന്ന സംശയം ഉന്നയിച്ചിരുന്നു. മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അത് ഇന്ന് തന്നെ അയക്കുമോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ഈ ദൗത്യം ആരംഭിക്കും? ക്രിസ്റ്റീന, ഇന്നലെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കാർവാർ MLAയും ഈ ദൗത്യമേഖലയിലെത്തി ഇന്നു മുതൽ ദൗത്യം കൂടുതൽ ഊർജിതമായി നടത്തും, അതിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും എന്നറിയിച്ചിരുന്നു. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം തന്നെ കൂടുതൽ NDRF SDRF സംഘങ്ങളെ ഈ തെരച്ചിലിൻ്റെ ഭാഗമാക്കും, അവരും ഈ തെരച്ചിൽ സഹായിക്കും എന്നതാണ് ഇന്നലെ ജില്ലാ കളക്ടർ പറഞ്ഞത്. അതോടൊപ്പം ഈ റിട്ടയർഡ് മേജർ എം ഇന്ദ്രബാലൻ ഈ തെരച്ചിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചേരും. നേരത്തെ തന്നെ അദ്ദേഹം ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ചില സ്പോട്ടുകളുണ്ട്. നിലവിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായ സ്പോട്ട് കേന്ദ്രം അതിൽ ഒരു ഏകോപന ഇല്ലാതെ ആണ് അതിൻ്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചല്ല അതിൽ തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ നാവികസേനയുടെ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തെരച്ചിൽ നടത്താത്തതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ അത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ ശാസ്ത്രീയ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അതിന് തെരച്ചിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എം ഇന്ദ്രബാലൻ ഇവിടെ എത്തി ആ ദൗത്യമാണ് അദ്ദേഹം നിർവഹിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് നടത്തിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ മണ്ണ് നീക്കം ചെയ്തതിനിടെ ഒരു അസ്ഥിഭാഗം കണ്ടെത്തിയിരുന്നു. അത് മനുഷ്യ ശരീരത്തിലെ അസ്ഥിഭാഗമാണെന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് വിശദമായിട്ടുള്ള പരിശോധന, ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ്. അതിനുവേണ്ടി ആ അസ്ഥി ശിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. കഴിഞ്ഞ ദിവസം തെരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥിഭാഗം പരിശോധനയ്ക്കായി മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഇന്ന് തെരച്ചിലിന്റെ ഭാഗമാകാൻ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ശിരൂരിലെത്തും. ദൗത്യം ഇന്നും തുടരും. അരുണിനെ തുടരാം. ഇന്നലെ വൈകിട്ട് നടത്തിയ തെരച്ചിലിനിടയിലാണ് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ ഈ അസ്ഥിഭാഗം കണ്ടെത്തിയത്. അത് മനുഷ്യന്റെ ശരീരത്തിലെ അസ്ഥിഭാഗമാണെന്ന സംശയമുണ്ട്. അതൊരു സ്ഥിരീകരിക്കണമെങ്കിൽ അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കണം. അതിനായി അസ്ഥിഭാഗം ഇന്ന് തന്നെ മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5 ദിവസമെങ്കിലും അതിന്റെ പരിശോധനാ ഫലം ലഭിക്കാൻ സമയം വേണം എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും DNA പരിശോധന ഉൾപ്പെടെ നടത്തുക. അതിൽ ഇത് മനുഷ്യ ശരീരത്തിലെ അസ്ഥിഭാഗമാണെങ്കിൽ ആരുടേതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ ദൗത്യം കൂടുതൽ സജീവമാക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഡ്രഡ്ജറിനൊപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുടെ തെരച്ചിലും അല്ലെങ്കിൽ അവരും ഈ ദൗത്യത്തിന്റെ ഭാഗമാകും. ആവശ്യമെങ്കിൽ നാവികസേനയെ കൂടി ഇങ്ങോട്ട് വീണ്ടും എത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇന്നലെ ഉറപ്പു നൽകിയിരുന്നു. ആ രീതിയിലാണ് ഇന്ന് തെരച്ചിൽ മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശിരൂരിൽ തെരച്ചിൽ ഇന്നും തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 8 മണി മുതൽ കടവന്തറയിലെ വീട്ടിലും പിന്നീട് കലൂരിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം നടക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, ഇന്നത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ നേതാക്കൾ അവിടെ എത്തും? ക്രിസ്റ്റീന, ശനിയാഴ്ചയാണ് മുതിർന്ന CPIM നേതാവും അതോടൊപ്പം തന്നെ എറണാകുളത്തെ പാർട്ടിയുടെ ശക്തനായ നേതാവായിരുന്ന MM ലോറൻസ് അന്തരിച്ചത്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ട്രസ്റ്റിലാണ് മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് ആശുപത്രിയിലാണ്. ഏതാണ്ട് 7:30 തന്നെ ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. കടവന്ത്രയിലെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കലൂരിലെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 8 മണി മുതൽ 9 മണി വരെ പൊതുദർശനം വയ്ക്കും. പിന്നീടാകും എറണാകുളം ടൗൺ ഹാളിൽ വൈകിട്ട് 4 മണി വരെ പൊതുദർശനം വയ്ക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മുതിർന്ന CPIM നേതാക്കൾ, PB അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ പൊതുദർശനം MM ലോറൻസിനെ കാണാനായി എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിലെത്തിയായിരിക്കും
അന്ത്യാഞ്ജലി അർപ്പിക്കുക. മുതിർന്ന CPI നേതാക്കളടക്കം ഇതുവരെ ഇവിടെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് 4 മണി വരെ നീളുന്ന പൊതുദർശനം, അതിനുശേഷം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പഠനാവശ്യത്തിനായി മൃതദേഹം നൽകും. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പൊതുദർശനമെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിപ്പും ഇത്തരത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിയോട് തന്നെ ടൗൺ ഹാളിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ നാളുകളായി ചികിത്സയിലായി. അങ്ങനെ ജൂലൈ 28-ന് ന്യൂമോണിയ ബാധിച്ചാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ MM ലോറൻസിനെ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഏറെ നാളായി ചികിത്സയിൽ തുടരുന്ന MM ലോറൻസ് കഴിഞ്ഞ ശനിയാഴ്ച അന്തരിക്കുകയായിരുന്നു. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടിയുടെ കരുത്തനായ ഒരു നേതാവാണ്. മാത്രമല്ല ഇടതുമുന്നണി കൺവീനർ അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിയ നേതാവ് വെട്ടിനിരത്തപ്പെട്ട പാലക്കാട് സമ്മേളനത്തിലൂടെയാണ് പാർട്ടിയിൽ നിന്നും വെട്ടിനിരത്തപ്പെടുന്നത്. അതിനുശേഷം 2004-ൽ പിന്നീട് ശക്തനായി തന്നെ പാർട്ടിയിൽ തിരിച്ചു വരുന്ന ഒരു CPM-ലെ ഒരു കരുത്തനായ ഒരു അപൂർവത ഈ MM ലോറൻസിനുണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഉണ്ടായിരുന്നത്. ഇടുക്കിയിൽ നിന്ന് ലോക്സഭാംഗമായിരുന്നു. അങ്ങനെ പാർട്ടിയിലെ പല പദവികളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാലത്ത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ വരെ എത്തിയ MM ലോറൻസ് പിന്നീട് പാർട്ടിയിൽ വെട്ടിനിരത്തപ്പെടുകയായിരുന്നു. അതിനുശേഷം പാർട്ടിയിലേക്ക് ശക്തനായി തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം എന്തായാലും MM ലോറൻസ് രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും രാവിലെ 7:30 തന്നെ മൃതദേഹം കടവന്ത്രയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത്തരത്തിലുള്ള പൊതുദർശന ക്രമീകരണമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ടൗൺ ഹാളിലും അതിന്റെ വിപുലമായ സൗകര്യം MM ലോറൻസിനെ കാണാനായും അവിടെ ഒരുക്കിയിട്ടുണ്ട്. തുറമുഖ തൊഴിലാളി, അതോടൊപ്പം തന്നെ തോട്ടി തൊഴിലാളി അടക്കമുള്ള വിവിധ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് എറണാകുളത്തെ ഒരു ട്രേഡ് യൂണിയന്റെ ശക്തനായ നേതാവായി തന്നെ MM ലോറൻസ് വളർന്നിരുന്നു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായ ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് MM ലോറൻസിനെയും പാർട്ടിക്കകത്തും അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. എന്തായാലും MM ലോറൻസിന്റെ മൃതദേഹം ഇന്ന് രാവിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്കും പിന്നീട് ടൗൺ ഹാളിലേക്കും അതിനുശേഷം മെഡിക്കൽ കോളേജിനെ കൈമാറുകയായിരിക്കും ചെയ്യുക. ക്രിസ്റ്റീന, തൊഴിലാളി സമരനായകന് കൊച്ചിയിൽ നിന്ന് വിട നൽകും. വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി അനുരാഗ് കുമാര ദിസനായകെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മാർക്സിസ്റ്റ് പാർട്ടിയായ JVP നേതാവായ അനുര നാഷണൽ പീപ്പിൾസ് പവർ എന്ന സോഷ്യലിസ്റ്റ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. തിരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയ അനുരാഗ് കുമാര ദിസനായക ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കും. സിംഹളരുടെയും തമിഴരുടെയും മുസ്ലിങ്ങളുടെയും ലങ്കക്കാരുടെയും ഐക്യമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അനുര പറഞ്ഞു. അനുരാധപുര ജില്ലയിലെ കർഷക തൊഴിലാളിയുടെയും വീട്ടമ്മയുടെയും മകനായി ജനിച്ച അനുര JVP-യിൽ 1987-ൽ വിദ്യാർത്ഥിക്കാലം മുതൽ പ്രവർത്തിച്ചുവരുന്ന നേതാവാണ്. 2020-ൽ പാർലമെന്റിലെത്തിയ അദ്ദേഹം 2004-ലെ ചന്ദ്രിക കുമാരതുംഗ സർക്കാരിൽ കൃഷി ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. ചൈനയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് അനുര. എന്നാൽ തനിക്ക് ശ്രീലങ്കൻ ജനതയുമായാണ് ബന്ധമെന്നും മറ്റുള്ളവരുമായി ബന്ധങ്ങളില്ലെന്നുമാണ് അനുര വ്യക്തമാക്കുന്നത്. ഈ വർഷം ആദ്യം അനുര ഇന്ത്യയിലേക്ക് പാർട്ടി പ്രവർത്തകരുടെ പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു. 5 ദിവസം നീണ്ട സന്ദർശനത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അനുര കൂടിക്കാഴ്ച നടത്തി. ഡൽഹിക്ക് പുറമെ കേരളത്തിലും ഈ പ്രതിനിധി സംഘം എത്തിയിരുന്നു. അനുരയുടെ പാർട്ടിയായ JVP-യുടെ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ പരസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ശ്രീലങ്കയുടെ പുതിയ വിദേശ നയം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു. എന്നാൽ ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാൻ പ്രധാന ശക്തികളുമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് NPP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രൊഫസർ അനിൽ ജയന്ത വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഒരിടവേളയ്ക്ക് ശേഷം കനത്ത മഴയ്ക്ക് ഉള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. 2 ചക്രവാത ചുഴികളാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് ഈ 7 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2 ചക്രവാത ചുഴികൾ രൂപപ്പെട്ടതിനാലാണ് ഈ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ പടിഞ്ഞാറൻ രാജസ്ഥാൻ കച്ച് മേഖലയിൽ നിന്ന് ഇന്നോടെ ഈ കാലവർഷം പിൻവാങ്ങൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന ലെവലിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ചക്രവാത ചുഴി മ്യാൻമറിന് മുകളിലും സ്ഥിതി ചെയ്യുന്നു. ഈ 2 ചക്രവാത ചുഴിയുടെയും സ്വാധീനത്താലാണ് കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 7 ദിവസം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ
വിവിധ ജില്ലകളിൽ അടുത്ത 2 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് 7 ജില്ലകളിലാണ്, അതായത് ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ഇത്തരത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അത് മാത്രവുമല്ല, ഇന്നും നാളെയും ഈ കേരള കർണാടക തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനത്തേക്കും അല്ലെങ്കിൽ ശക്തമാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഹരികൃഷ്ണൻ. മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ അമേരിക്കൻ വിപണിയിൽ ലഭ്യമാകുന്ന കാലം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ 5G മാർക്കറ്റ് അമേരിക്കയുടേതിനേക്കാൾ വലുതാണ്. രാജ്യം 6Gയുടെ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും US സന്ദർശനത്തിനിടെ മോദി പറഞ്ഞു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുകയാണ് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. ഈ ഒരു ചിപ്പ് യുദ്ധം തന്നെ ലോകമാകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി ധോളേരയിൽ നിന്നടക്കം ചിപ്പ് നിർമ്മാണം നടത്താനുള്ള ശ്രമങ്ങൾ ടാറ്റ അടക്കമുള്ള ഫാക്ടറികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കാം ചിലപ്പോൾ പ്രധാനമന്ത്രി അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. ഇന്ത്യ ടെക് മേഖലയിൽ അതിവേഗം ബഹുദൂരം മുന്നേറുന്നു എന്ന് തന്നെയല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധം, പ്രത്യേകിച്ച് അമേരിക്കൻ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചിപ്പുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന നായകനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിപ്പുകളുടെ നിർമ്മാണത്തിൽ അമേരിക്കയോടൊപ്പം തന്നെ ഇന്ത്യയും വളരെ വേഗത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു സൂചന തന്റെ പ്രസംഗത്തിൽ നൽകിയത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ന്യൂയോർക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുവാനായി എത്തിയത്. വ്യക്തിപരമായ ചില കാര്യങ്ങളും മോദി പരാമർശിച്ചുകൊണ്ടാണ് പോയത്. വ്യത്യസ്തമായ വഴികളാണ് താൻ തേടിയത്. പക്ഷേ വിധി തന്നെ രാഷ്ട്രീയത്തിലേക്ക് നയിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ടും ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയെ സേവനമനുഷ്ഠിച്ചു. പിന്നീട് ജനങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുകയുണ്ടായി. അതുപോലെ 2024 ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും മോദി പരാമർശിച്ചു. ഒരു വശത്ത് ചില രാജ്യങ്ങൾക്കിടയിൽ സംഘർഷവും പിരിമുറുക്കവും, എന്നാൽ മറ്റ് ചില രാജ്യങ്ങൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഈ ആഘോഷത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒന്നിക്കുകയാണ്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് പരാമർശിക്കുകയും ചെയ്തു മോദി. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് മോദി അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അമേരിക്കയിലെ ജനസംഖ്യയുടെ ഇരട്ടി ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതുപോലെ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന ബഹുമാനത്തെപ്പറ്റി മോദി പറഞ്ഞു. മോദി എവിടെ യാത്ര ചെയ്താലും എല്ലാ നേതാക്കളും ഇന്ത്യൻ പ്രവാസികളെ പുകഴ്ത്താറുണ്ട്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെൽവെയർ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത് പ്രത്യേകം എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഊഷ്മളമായ സ്വീകരണം ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. ഈ ബഹുമതി 140 കോടി ഇന്ത്യക്കാർക്കും അതുപോലെ അമേരിക്കയിലെ ഇന്ത്യൻ വംശജർക്കും അവകാശപ്പെട്ടതെന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യ ഭാഷകളാൽ സമ്പന്നമായ ഒരു രാജ്യമാണ്. ലോകത്തെ എല്ലാ വിശ്വാസങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ ഒരു ഭവനമാണ് ഇന്ത്യ എന്നാണ് മോദി പറയുന്നത്. എന്നിട്ടും ഒരേ മനസ്സോടെ ഒരേ ഐക്യത്തോടെ രാജ്യം മുന്നേറുകയാണ്. കൃഷ്ണ, അതുപോലെ ചില പുതിയ വാഗ്ദാനങ്ങളും മോദി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഇന്ത്യൻ വംശജർക്കായി ബോസ്റ്റണിലും ലോസ് ഏഞ്ചൽസിലും 2 പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉടൻ തുറക്കുന്നതായിരിക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മോദിയുടെ 2ാം ദിനമാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. നാളെ ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ജനറൽ ബോഡിയിൽ സംസാരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി യാത്ര തിരിക്കും. കൃഷ്ണ, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കണ്ണൂരിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കാസർഗോഡ് ചട്ടഞ്ചാൽ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലായിരുന്നു. മുംബൈയിൽ സഹോദരനൊപ്പം ജോലി ചെയ്തിരുന്ന മണികണ്ഠൻ പനിയും വിറയലും ബാധിച്ചതിനെ തുടർന്ന് നാട്ടിലെത്തിയതായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൊലപാതകമല്ല, അപകടമരണം മാത്രമാണെന്നാണ് പ്രതികളുടെ വാദം. എന്നാൽ മനഃപൂർവ്വമാണ് ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കിയതെന്നും അതിന് സാക്ഷികളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. പ്രതികളുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കും.
ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് സീസണിൽ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൌജന്യ സർവീസ് നടത്താൻ അനുമതി തേടിയുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകരിൽ നിന്ന് അധിക തുക ഈടാക്കുന്നില്ലെന്ന് വ്യക്തമാക്കി KSRTC സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. നിലയ്ക്കൽ പമ്പ റൂട്ട് ദേശസാൽകൃതമാണെന്നും അവിടെ സർവീസ് നടത്താൻ തങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും സത്യവാങ്മൂലത്തിൽ KSRTC വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീംകോടതിയെ സമീപിച്ച വിശ്വ ഹിന്ദു പരിഷത്തിനെയും സത്യവാങ്മൂലത്തിൽ KSRTC വിമർശിക്കുന്നു. അനാരോഗ്യകരമായ മത്സരത്തിലൂടെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കി അനാവശ്യ സാമ്പത്തിക ലാഭത്തിനാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശ്രമമെന്നാണ് KSRTCയുടെ ആരോപണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ജയത്തിൽ സന്തോഷമെന്ന് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് സ്കിൻകിസ്. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെന്നും അഡ്രിയാൻ ലൂണയ്ക്ക് അടുത്ത മത്സരത്തിൽ കളിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സ്കിൻകിസ് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കോൾ ചെയ്യുന്നു. ഫസ്റ്റ് വിൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ദിസ് സീസൺ. Obviously it's important important thing while moving forward. So obviously one win, it's very important and nice, but many things to go. The best thing is we played a positive football. Yeah, I mean always there are good things, bad things, something to analyze, but I think it's good thing while moving forward. What about Luna? He's okay, ready for next match? Yeah, Luna starting to training. I am not sure about next match. We will see. Depends on how he feels. But yeah, very soon we will see him. താങ്ക് യു. ആദ്യ ജയത്തിൽ സന്തോഷമുണ്ടെന്നും പുതിയ താരങ്ങളിലെല്ലാം തന്നെ ഗോൾ നേടിയതിൽ സന്തോഷമുണ്ടെന്നാണ് സ്കിന്നർ പറഞ്ഞത്. നിഖിൽ സോമനൊപ്പം അനിൽ വാസുദേവ്, 24. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് വിദ്യാഭ്യാസ ലോൺ എടുത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ദുരിതത്തിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസിനായി ഓരോ വർഷവും അനുവദിക്കുന്ന വായ്പാ ഗഡുക്കൾ മുടങ്ങിയതോടെ ഇതര സംസ്ഥാനങ്ങളിലടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുത്തവരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വായ്പയെടുത്തവർക്ക് ഓരോ അധ്യയന വർഷവും ഫീസായി നൽകുന്ന തുക മുടങ്ങിയതോടെ പഠനം അവസാനിപ്പിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. ഹെഡ് ഓഫീസിൽ വിളിച്ചു, ബ്രാഞ്ചിൽ വിളിച്ചു. അപ്പം മാനേജർമാർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല, അപ്പം ഞങ്ങളിനി ആരോട് ചോദിക്കും? അവർ കൈമലർത്തും. ഇനി എന്ന് ഫീസ് തരും എന്ന് ചോദിക്കുമ്പോൾ അതിനും അവർക്കൊരു ഉത്തരം തരാനില്ല. ഈ ലോണ് തരാൻ വേണ്ടിയിട്ട് ഇവർ ഗ്യാരണ്ടി ആയിട്ട് മേടിച്ചിരിക്കുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരമാണ്. അല്ലെങ്കിൽ ആ ആധാരമെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു ബാങ്കിൽ കൊണ്ട് വെച്ച് പണയം വെച്ചാണെങ്കിൽ എനിക്ക് കുട്ടിയെ പഠിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ അതുമില്ല, ഇതുമില്ല, എനിക്കൊട്ട് ഫീസും ഇല്ല. കുറഞ്ഞ പലിശ ആയതിനാൽ സ്ഥലം ഉൾപ്പെടെ ഈട് നൽകിയാണ് പലരും വായ്പ എടുത്തിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച തുക ലഭിക്കാത്തതും വായ്പാ തിരിച്ചടവുകൾ മുടങ്ങിക്കിടക്കുന്നതുമാണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്നതോടെ മുൻഗണനാക്രമത്തിൽ വിദ്യാഭ്യാസ വായ്പകളുടെ കുടിശ്ശികയായ ഗഡുക്കൾ അനുവദിക്കുമെന്നാണ് KSMDFC ചെയർമാൻ അടക്കമുള്ള അധികൃതർ വ്യക്തമാക്കുന്നത്. 24 തൊടുപുഴ. കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഏകലൂർ സ്വദേശിയായ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അശ്വതിയുടെയും കുഞ്ഞിന്റെയും മരണത്തിനു പിന്നിൽ MMCയിലെ ഡോക്ടേഴ്സിന്റെ അനാസ്ഥയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഡോക്ടേഴ്സിനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കുക, DMOയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങളും കുടുംബം മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ നടപടിയുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്യുന്നത് കുറ്റമായി കണക്കാക്കില്ലെന്ന മദ്രാസ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. അശ്ലീല ചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്യുന്നത് പോക്സോ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കൽ, വിവര സാങ്കേതിക നിയമം എന്നിവ പ്രകാരം കുറ്റകരമല്ലെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി വിധി. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ജനുവരിയിലാണ് മദ്രാസ് ഹൈക്കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത്. അശ്ലീല ചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്തതിന് 28-കാരനെതിരായ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്നെന്ന ആരോപണം. ഉദ്ഘാടനം കഴിയാത്ത റോഡിൽ പലയിടത്തും ടാർ ഇളകിയ നിലയിലാണ്. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് നാട്ടുകാർ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 64 ലക്ഷം രൂപ ചെലവിലാണ് 800 മീറ്റർ റോഡ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിർമ്മാണത്തിനായി 2 വർഷം മുൻപ് റോഡ് പൊളിച്ചിട്ടതാണ്. പിന്നീട് കാൽനട യാത്ര പോലും സാധിക്കാത്ത സ്ഥിതിയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഏതാനും മാസം മുമ്പ് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചു. മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തു. 3 മീറ്റർ വീതിയിൽ ടാറിംഗും
ഇരുവശങ്ങളിൽ 1/2 മീറ്റർ വീതം കോൺക്രീറ്റ് ചെയ്യുമെന്നുമായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ടാറിംഗ് പൂർത്തിയായതോടെ കരാറുകാരൻ കടന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കോൺക്രീറ്റ് യാഥാർത്ഥ്യമായില്ല. ടാർ ചെയ്ത പല ഭാഗവും തകർന്നു. ചെറിയ കമ്പ് കൊണ്ട് കുത്തിയാൽ പോലും കുഴിഞ്ഞു പോകുന്ന രീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരവസ്ഥ തുടർന്നിട്ട് കുറേ അധികം കാലമായി. ഇതാരും ചോദിക്കാനില്ല. പല ആൾക്കാർക്കും നമ്മൾ പരാതിപ്പെടുന്നുണ്ട്. MLAക്ക് കൊടുക്കുന്നുണ്ട്, മന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്, പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളും ഇത് നടക്കാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 15ഓളം സ്കൂൾ ബസ്സുകളാണ് ഇതിലൂടെ ഓടുന്നത്. ഇപ്പോൾ തന്നെ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കാലുകൊണ്ട് നല്ലതുപോലെ ചവിട്ടിയാൽ കുഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് റോഡ്. കാത്ത് ലഭിച്ച റോഡ് മാസങ്ങൾ കൊണ്ട് തകർന്നതോടെ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. റോഡിന്റെ തകർച്ചയെക്കുറിച്ച് നാട്ടുകാർ നിരവധി കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടും ഇതുവരെയും ഫലമുണ്ടായില്ല. 24 ആലപ്പുഴ. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ.